ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മഹാനവരാത്രിയും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ വക്രഗതിയും ഒക്കെ നടക്കുന്ന സമയം. 12 രാശികളിൽപ്പെട്ട ചില രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെയധികം സർവൈശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങളും ആഗ്രഹ സാഫല്യവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. മഹാനവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ ആദിപരാശക്തിയായ അമ്മയുടെ ദേവിയുടെ അനുഗ്രഹമുള്ള നാളുകളാണ്. ഈ സമയത്ത് തന്നെയാണ് ഒക്ടോബർ 9 വ്യാഴം വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭവും. ഈ ഒരു കാലം, ഈ ഒരു സമയം 12 രാശികളിൽപ്പെട്ട കുറച്ച് രാശിക്കാരെ സംബന്ധിച്ച്, ഒരു 7 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ തരത്തിലുള്ളൊരു മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അത്രമേൽ നല്ലൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു കാലം, ഈ ഒരു സമയം, അതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകത്തിൽ വ്യാഴദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ നടക്കുന്നത്, വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിന് ശുഭനാണോ പാപനാണോ, ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. പലരും യൂട്യൂബിലൊക്കെ കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അത് ശരിയായ രീതിയല്ല. നമ്മുടെ സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ആ ജാതകത്തിലുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു കാലം, ഒരു സമയമാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്ത് പ്രശ്നങ്ങൾ ജാതകവശാൽ ഉണ്ടെങ്കിൽ അതിന് വളരെ പെട്ടെന്ന് മാറ്റം വരുന്ന ഒരു സമയവും. ഇനി ഏതൊക്കെ രാശിക്കാരെ സംബന്ധിച്ചിട്ടാണ് ഈ ഒരു മഹാനവരാത്രിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും ഒരുമിച്ച് വരുന്ന ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണാനുഭവങ്ങൾ, നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം, നിങ്ങളൊരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതിന് പൂർണ്ണ വിജയം ലഭിക്കുന്ന സമയം, പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം, നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് നല്ലൊരു ധനവരുമാനം ലഭിക്കുക, നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് നിങ്ങളുടെ ആഗ്രഹം പോലൊരു സമ്പാദ്യം, പണം നിങ്ങളുടെ കൈകളിൽ നിൽക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. എല്ലാ തരത്തിലും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു ഉന്നതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു കാലം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരുപാട് മറഞ്ഞിരിക്കുന്ന ഗുണാനുഭവങ്ങൾ, നന്മകളൊക്കെ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയം. പലരും ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയം. അത് നല്ലൊരു ജോലിയാണെങ്കിലും, നല്ലൊരു വിവാഹമാണെങ്കിലും, ഒരു ഭൂമിയാണെങ്കിലും, ഗൃഹയോഗമാണെങ്കിലും, വണ്ടി വാഹന യോഗങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങളെ വിട്ടുമാറും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, ഇതിൽ നിന്നൊക്കെ മുക്തി ഈ ഒരു മഹാനവരാത്രിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും ഒരുമിച്ച് വരുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തെ മൂടിക്കെട്ടി നിന്നിരുന്ന ആ കാർമേഘം, ആ ഒരു ഇരുട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ജീവിതത്തിലും ഒരു തെളിച്ചം, ഒരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തി പോവുക. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിക്കുമെന്നുള്ളതാണ്. ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ആഗ്രഹങ്ങൾ പലതരത്തിലാണ്. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ ജീവിതത്തിലൊരു നല്ല മാറ്റം, നല്ല മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മഹാനവരാത്രിയും വ്യാഴത്തിൻ്റെ വക്രഗതിയും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ
ഒരുപാട് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണാനുഭവങ്ങളാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരുപാട് ശുഭചിലവുകൾ, ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരവരുടെ കർമ്മ മേഖലയിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏത് ജോലി അല്ലെങ്കിൽ ഏത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി കർമ്മത്തിൽ കൂടെ ഉയരുവാനും കർമ്മത്തിൽ നിന്ന് വലിയൊരു ധനലാഭം, ഒരു ഉയർച്ച ലഭിക്കുന്ന സാഹചര്യവുമാണ്. പ്രധാനമായും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുക, ആഗ്രഹിച്ചതുപോലെ ഉയർന്ന ഒരു നല്ല ജോലി ലഭിക്കുക, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഒരു ഉയർ പദവി, നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ലഭിക്കുക, ബിസിനസ്സിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറി ഒരുപാട് ഉയർച്ച, ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. കർമ്മം വളരെ നല്ല രീതിയിൽ എത്തുന്ന സമയം. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യം, വിദേശ ജോലി ഭാഗ്യമൊക്കെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അവരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ കോടതി കേസ് വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ലഭിക്കുന്ന സമയം. അതുപോലെ പുനർവിവാഹത്തിന് കാലങ്ങളായി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുനർവിവാഹം നടക്കുന്ന സമയം. അതുപോലെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയം. ഇങ്ങനെ ഒരുപാട് നന്മകളാണ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, നന്മകളൊക്കെ വന്നു ചേരും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ശുഭ ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ഭൂമി ഗൃഹത്തിനുള്ള യോഗങ്ങളും അതുപോലെ വിദേശ യാത്ര, അങ്ങനെ ഉള്ള ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. അവരവരുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള ശുഭ ചിലവുകളൊക്കെ ധാരാളം നടക്കുന്ന ഒരു സമയവും കൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ, പുണ്യക്ഷേത്രങ്ങൾ, തീർത്ഥാടന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു സമയം, ഈ ഒരു കാലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മിഥുനരാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ജീവിതത്തിലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, കഷ്ടതകളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി ഓരോ വ്യക്തികളും പ്രയോജനപ്പെടുത്തുക. ഒക്ടോബർ 9 മുതലുള്ള ആ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കും. അത് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ പലതരത്തിലാണ്. നിങ്ങൾക്ക് അതിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരുപാട് മാറ്റങ്ങൾ ഈ സമയത്ത് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ഈ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ മിഥുന രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മഹാനവരാത്രി മുതലുള്ള കാലം, അതുപോലെ ഒക്ടോബർ 9 നടക്കുന്ന ഒരു വ്യാഴത്തിൻ്റെ വക്രഗതിയുമെല്ലാം സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഗുണഫലങ്ങളും എല്ലാ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ഈ സമയത്തിനെ നിങ്ങൾ ഓരോരുത്തരും പരമാവധി അത് പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് എടുത്ത് പറയുവാനായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നെഗറ്റീവുകളും നിങ്ങളെ വിട്ടുമാറുന്ന സമയം എന്ന് തന്നെ ഈ ഒരു കാലത്തിനെ നമുക്ക് പറയാം. ഈ ഒരു മഹാനവരാത്രിയും ഒക്ടോബർ 9 തുടങ്ങുന്ന വ്യാഴത്തിൻ്റെ വക്രഗതിയുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളെയും മാറ്റും എന്നുള്ളതാണ് പരമമായ സത്യം. അതായത് എത്ര വലിയ കടബാധ്യതകൾ, എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഉന്നതി കൈവന്നു ചേരും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങളിലേക്ക് വന്നു ചേരും.
ചെയ്യുന്ന ജോലി, ചെയ്യുന്ന ബിസിനസ്സിൽ മുഖാന്തരമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരു ധനലാഭം, ഒരു വരുമാനം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിലാണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിലോ അനാവശ്യമായിട്ട് നിങ്ങളെ ശത്രുവായിട്ട് കാണുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു എതിർക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി കാണും. അങ്ങനെയുള്ള എതിർപ്പുകൾ, ശത്രുതകൾ ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറുന്ന സമയം. അതുപോലെ തന്നെ കർക്കിടകം രാശിയിൽപ്പെട്ട ആരൊക്കെയാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാൽ കഷ്ടപ്പെടുന്നത്, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളായിട്ട് അവർക്ക് അതിൽ നിന്നൊക്കെ പൂർണ്ണമുക്തി, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ പൂർണ്ണ ഫലത്തിൽ ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കും. അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്ന സമയമാണ്. അതുപോലെ പല കാര്യങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന കർക്കിടകം രാശിക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു സമയവുമാണ്. പിന്നീട് എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സമയം. നിങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ മംഗളകരമായ വിവാഹം വന്നു ചേരുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയം. കുടുംബത്തിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു വില ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പ്രവർത്തികൾക്കൊക്കെ ഒരു പൂർണ്ണ വിജയം വന്നു ചേരുന്ന സമയവും കൂടിയാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കും. അവരവരുടെ ജോലി, ബിസിനസ്സിലൊക്കെ നല്ല മാറ്റം. വിദേശത്ത് ജോലി ചെയ്യുന്ന കർക്കിടക രാശിക്കാർക്കും സമയം വളരെ നല്ലതാണ്. വിദേശ ജോലി ഭാഗ്യത്തിനും വിദേശ യാത്രയ്ക്കുമൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ്. പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് ഭൂമി യോഗമൊക്കെ പലർക്കും ഈ ഒരു കാലത്ത് വന്നു ചേരുകയും ചെയ്യും. പൊതുവെ നിങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ ദോഷഫലങ്ങളും വിട്ടുമാറുന്ന കാലം എന്ന് തന്നെ പറയാം. അതാണ് കടബാധ്യതയാണെങ്കിലും രോഗദുരിതങ്ങളാണെങ്കിലും കേസ് വഴക്കുകൾ, ശത്രുതകൾ, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവും വിട്ടുമാറി ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേർന്ന് നിങ്ങൾക്ക് ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരും. അതിന് പ്രായഭേദമന്യേ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരും. അതിൽ 20 വയസ്സുള്ള വ്യക്തിയാണെങ്കിലും 40 വയസ്സാണെങ്കിലും 60 വയസ്സാണെങ്കിലും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ, നന്മകൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. സന്തോഷമായി സമാധാനമായി മുന്നോട്ട് പോവുക. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നന്മകളും വന്നു ചേരുന്ന സമയം. ഈ ഒരു കാലം, ഈ ഒരു സമയം നിങ്ങൾ കർക്കിടകം രാശിക്കാർ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമവുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ, നന്മകൾ, ഐശ്വര്യങ്ങൾ, സമ്പൽ സമൃദ്ധികൾ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം എന്ന് തന്നെ ഇതിനെ പറയാം. അത്രമേൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ലഭിക്കുന്ന സമയം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നടക്കുന്ന ഒരു സമയവുമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. കാലാകാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾക്കൊരു സ്വന്തമായി ഭൂമി വേണം, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കണമെന്ന്. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന, അപ്രതീക്ഷിതമായിട്ട് അതിനുള്ള ഭാഗ്യം, സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമിയോ കാര്യങ്ങളോ മറ്റ് ഉണ്ടെങ്കിൽ അതെന്ത് തന്നെയായാലും അത് നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതിനുള്ള തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം വളരെയധികം ഉള്ള സമയം. സ്വന്തം കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ചെയ്യാൻ പറ്റുന്ന സമയം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയം. അവരവരുടെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ നല്ല വിവാഹം, നല്ല മംഗല്യം കാണാനുള്ള യോഗം, അത് നടത്താനുള്ള യോഗം, അവരുടെ സന്താനങ്ങളെ കാണാനുള്ള യോഗമൊക്കെ അനുഭവത്തിൽ വരും. അതുപോലെ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, സന്തോഷം, സമാധാനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. പൊതുവെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള കാലം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ വക്രഗതിയും മഹാനവരാത്രിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യമുണ്ട്.
പ്രധാനമായിട്ടും നിങ്ങൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തൊഴിലിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. എല്ലാം വളരെ മംഗളകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയം. കർമ്മത്തിൽ നല്ല ഉയർച്ച, നല്ല ധനവരുമാനമൊക്കെ ലഭിക്കും. പലരും കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ആ ജോലിയിലുള്ള ഒരു സ്ഥാനമാറ്റമോ പദവി മാറ്റമോ പദവി ഉയർച്ചയോ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ വന്നു ചേരും. അതുപോലെ വിദേശ ജോലിക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമായിട്ട് ഒരുപാട് കാലങ്ങളായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിദേശ ജോലി ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന ചിങ്ങം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മത്തിലുള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. മുടങ്ങിക്കിടന്ന ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് ഗുണഫലങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് കൈവരുന്ന ഒരു കാലം, ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. ശരീരത്തിൽ നല്ല ആരോഗ്യം, ഉന്മേഷം ഒക്കെ വന്നു ചേരുന്ന സമയം. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, നന്മകളും വന്നു ചേരും. ആയുസ്സിന് ഒരു ദൈർഘ്യം ലഭിക്കുന്ന സമയം. മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന സമയവുമാണ്. ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയം, നല്ലൊരു കാലത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. പ്രധാനമായിട്ടും ചിങ്ങം രാശിക്കാർക്ക് നിങ്ങളുടെ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. നല്ല അനുയോജ്യമായിട്ടുള്ളൊരു മംഗല്യം, ഒരു വിവാഹം നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയം. ചിങ്ങം രാശിക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുടുംബത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുക. കുടുംബത്തിലൊരു മംഗളകാര്യം നടക്കുക. മനസ്സമാധാനം, സന്തോഷം, മനസമാധാനം, സന്തോഷം, സുഖം ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയമാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ സമയത്ത് ലഭിക്കുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു സർക്കാർ സർവീസിലേക്ക്, ഗവൺമെൻറ് ജോലിയൊക്കെ ലഭിക്കാനായിട്ടുള്ള വളരെ സാധ്യതയുള്ളൊരു സമയം കൂടെയാണ് ഇപ്പോൾ ആരംഭിക്കുവാൻ പോകുന്നത്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകൂ. ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയെ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും വിട്ടുമാറുന്ന തരത്തിൽ, നിങ്ങളുടെ മനസ്സിനൊരു സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലാണ് ഈ ഒരു സമയം ആരംഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ചിന്തകളും വിട്ടുമാറും. ഓരോ തുലാം രാശിക്കാരനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഓരോ തുലാം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചും പലതരത്തിലുള്ള മാനസിക വ്യതകൾ, പ്രശ്നങ്ങളിലൂടെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പലർക്കും പലതരത്തിലാകാം. ചിലർക്ക് അവർ ചെയ്യുന്ന ജോലിയിലാകാം, ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ആകാം, മറ്റു ചിലരെപ്പറ്റി ആരോഗ്യകാര്യങ്ങളിലാകാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായുള്ള കടബാധ്യത പ്രശ്നങ്ങൾ, അതുപോലെ പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ടൊക്കെ മുടങ്ങിപ്പോയ അവസ്ഥ, കുടുംബത്തിലെ പല പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോ തുലാം രാശിയിൽപ്പെട്ടവർക്കും ഓരോ തരത്തിലാണ് പ്രശ്നങ്ങൾ അനുഭവത്തിൽ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സമാധാനം, ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ഒരുപാട് ഗുണാനുഭവങ്ങൾ, മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയം. ഇറങ്ങിത്തിരിച്ചാൽ കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയമാണ് നിങ്ങൾ തുലാം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം, സമാധാനം. കാലാകാലങ്ങളായി മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ വിഷമിപ്പിച്ചിരുന്ന പല പ്രശ്നങ്ങളും ഈ സമയത്ത് വിട്ടുമാറും. അതിനൊക്കെ നിങ്ങൾക്കൊരു മാർഗം തെളിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള സമയം. ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാം. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തും. അതുപോലെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളെ അലട്ടിയിരുന്ന ആ കടബാധ്യതകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്ന സമയം. അത് എത്ര വലിയ പ്രതിസന്ധി ആണ് എന്നുണ്ടെങ്കിൽ തന്നെ, കടബാധ്യതയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ളൊരു പോംവഴി നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാമ്പത്തിക പ്രതിസന്ധികളെ നല്ല രീതിയിൽ മറികടന്ന് പോകുവാൻ സാധിക്കും.
അതുപോലെ തന്നെ അവരവരുടെ കുടുംബങ്ങളിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ അനാവശ്യമായിട്ട് നേരിട്ടിരുന്ന ഒരു എതിർപ്പുകൾ, ഒരു ശത്രുതാ മനോഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല വളരെ നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ അവരവരുടെ കർമ്മം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ, ഈ രീതിയിൽ അത് ദാമ്പത്യ കുടുംബപരമായിട്ടോ കർമ്മസംബന്ധമായിട്ടോ പലതരത്തിലുള്ള കേസ് അങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലത്തിൽ ലഭിക്കുന്ന സമയമാണ്. പൊതുവേ നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. മനസ്സിൽ കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന എല്ലാ നന്മകളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ നേരിട്ടിരുന്ന തടസ്സം, കാലതാമസം, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ലൊരു അനുയോജ്യരായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ പലരുടെയും ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം, ആ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖമൊക്കെ ലഭിക്കുന്ന സമയവുമാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് ഒറ്റ വാക്കിൽ പറയാം. കാലാകാലങ്ങളായി കാത്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായി മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയം. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാം, ധൈര്യമായിട്ട് പരിശ്രമിക്കാം. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സമാധാനം, സുഖം, സന്തോഷം, തൃപ്തി, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം, ഈ ഒരു കാലം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ആദിപരാശക്തിയായ അമ്മ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത്. കുംഭരാശിക്കാരെ സംബന്ധിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം, സുഖം അനുഭവത്തിൽ വരുന്ന സമയം. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന സമയം. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും ഒരു സന്തോഷം, സമാധാനം വന്നു ചേരും. പ്രത്യേകിച്ച് കുംഭം രാശിക്കാർക്ക് എടുത്തു പറയേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊരു നേട്ടം വന്നു ചേരുമെന്നുള്ളതാണ്. കുംഭം രാശിയിൽപ്പെട്ട പലരും ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. പലരും പലതരത്തിലാണ് എന്നുള്ളതിലാണ്. ചിലരെ സംബന്ധിച്ച് മറ്റൊരാളെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് കൊടുത്ത പണം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, ആ പണം തിരിച്ച് ലഭിക്കാത്തതിലുള്ള ബുദ്ധിമുട്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് ചെയ്തുകൊണ്ട ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ട് അങ്ങനെ ധനവരുമാനത്തിൽ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ബിസിനസ്സിൽ വന്ന പ്രശ്നങ്ങൾ, പോരായ്മകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന് കാരണം. പലരെയും സംബന്ധിച്ച് ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിയ അവസ്ഥ, അതുപോലെ തന്നെ പലതരത്തിൽ അപ്രതീക്ഷിതമായിട്ട് അനുഭവത്തിൽ വന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വന്ന് അതിനുവേണ്ടി പണം മുടക്കേണ്ട അവസ്ഥ, ഇങ്ങനെ പലതരത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികളും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എടുത്തു പറയേണ്ടത് നിങ്ങളുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു പണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്കൊരു വഴി തെളിഞ്ഞു കിട്ടുന്ന ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണ്. അതുപോലെ തന്നെ ഇത്രയും നാളും പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ഒരു കാലയളവിൽ പല കുംഭം രാശിക്കാരെ സംബന്ധിച്ചും കഴിഞ്ഞ സമയങ്ങളിലൊക്കെ എത്ര പരിശ്രമിച്ചൊരു ജോലി ചെയ്താലും, എത്ര നല്ല ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പ്രതീക്ഷിച്ച ഒരു ധനലാഭമോ വരുമാനമോ സമ്പാദ്യമോ ഒന്നും ലഭിച്ചു കാണില്ല. 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വന്ന് കാണും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കർമ്മത്തിൽ നിന്ന് ഇത്രയും നാളില്ലാത്ത ഒരു ധനവരുമാനം നിങ്ങൾക്ക് ലഭിക്കും. ഒരു സമ്പാദ്യമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൽ ഇത്രയും ഈ കഴിഞ്ഞ കുറേ കാലം ഏഴരശനിയുടെയും മറ്റു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് ജീവിതത്തിൽ സുഖം എന്ന ഒരു വാക്ക് കേട്ട് കാണാൻ പലർക്കും സാധ്യതയില്ല.
പലരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സുഖം ലഭിക്കാത്ത പലതരത്തിലുള്ള മാനസിക വ്യതകളിൽ കൂടെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരു സുഖം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന സമയമാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ഒരു തൃപ്തി, ഒരു സന്തോഷം, ഒരു സുഖം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കാലയളവിൽ നിങ്ങൾക്കൊരു ഭൂമി വാങ്ങാനോ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഭവനം പുതുക്കി പണിയുവാനോ ഒക്കെയുള്ള യോഗം വരും. അതിനുള്ള ധനമൊക്കെ നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ വന്നു ചേരുന്ന ഒരവസ്ഥയുണ്ടാകും. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വളരെയധികം കുംഭം രാശിക്കാർക്ക് ഈ സമയത്ത് വന്നു ചേരും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാർക്കും സമയം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജോലി കർമ്മത്തിലുള്ള പല പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറുന്ന സമയം. അതുപോലെ തന്നെ കുംഭം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഒരു ഭാഗ്യം വന്നു ചേരുമെന്നുള്ളതാണ്. പലരുടെയും ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുമാറും. നല്ല ജോലി ലഭിക്കുന്നതിനും വിദേശ ജോലിക്കുമൊക്കെയുള്ള ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. പരമാവധി നിങ്ങൾ ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്തുക. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, ചതയം, പൂരിരുട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ അതിനെയൊക്കെ മറികടക്കത്തക്ക തരത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേർന്ന് നിങ്ങൾക്കും ഒരു ആശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം, ഈ ഒരു കാലം ഏറ്റവും നല്ല ഫലങ്ങൾ, ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ, ഐശ്വര്യങ്ങൾ ആദിപരാശക്തി അമ്മ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഐശ്വര്യം, ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ സുഖം, സ്വസ്ഥത, സമാധാനം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല മാറ്റങ്ങളും അനുഭവത്തിൽ വരുന്ന സമയം എന്ന് വേണം ഒറ്റ വാക്കിൽ പറയാൻ. നിങ്ങളെ സംബന്ധിച്ച് ഏഴര ശനിയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അതുപോലെ തന്നെ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ, പാഴ്ചിലവുകൾ വളരെയധികം അനുഭവത്തിൽ വരുന്നവരാണ് മീനം രാശിക്കാർ. എത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു പണം കയ്യിൽ വന്നാലും വരുന്നതിൻ്റെ 10 മടങ്ങ് ചിലവായി പോകുക. അതെങ്ങനെ പോകുന്നു എന്നറിയാൻ പാടില്ലാത്ത അവസ്ഥ. പലരും ഈ കുറച്ച് കാലം കൊണ്ട് തന്നെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കോ ഒരു കടബാധ്യതകളിലേക്കോ ഒക്കെ എത്തിച്ചേർന്നവർ ധാരാളമാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അത് പലരെയും സംബന്ധിച്ച് പല തരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി, ബുദ്ധിമുട്ടുകളുണ്ട്. മനസ്സിനെ അലട്ടുന്നതും ആശയക്കുഴപ്പത്തിലാക്കുന്നതുമായിട്ടുള്ള പല പ്രശ്നങ്ങളാണ് പല മീനം രാശിക്കാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് സന്തോഷം, സുഖം, സമാധാനം, തൃപ്തി നൽകുന്ന തരത്തിലാണ് ഇനി മുന്നോട്ടുള്ള സമയം. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറും. ജോലി സംബന്ധമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന മീനം രാശിക്കാർക്ക് അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഉള്ള എല്ലാ തടസ്സങ്ങളും, പ്രശ്നങ്ങളും വിട്ടുമാറി അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഒരു വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി ലഭിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും കാലം, സമയം വളരെ വളരെ നിങ്ങൾക്ക് ഉത്തമമാണ്. നിങ്ങളുടെ കർമ്മത്തിലുള്ള എല്ലാ തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ചെയ്യുന്ന ജോലിയിലുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ കർമ്മം ഒന്ന് ഉയരുന്ന സമയമാണ് ഇത്. അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചാൽ വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് അതിനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നത് തന്നെ. കഴിഞ്ഞ സമയങ്ങളിൽ സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ നടത്തി വന്ന മീനം രാശിക്കാർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വന്നിരുന്നു. സാമ്പത്തികപരമായിട്ടൊക്കെ നഷ്ടങ്ങൾ, കഷ്ടങ്ങളൊക്കെ അതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതിൽ നിന്ന് നല്ലൊരു ധനവരുമാനം, ഒരു ലാഭം ഒക്കെ വന്നു ചേരുന്ന ഒരനുഭവം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കർമ്മം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നിങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള സമയം ഇത്രയും നാളും ജീവിതത്തിൽ പാഴ്ചിലവുകൾ, അനാവശ്യ ചിലവുകൾക്കായിട്ട് ഒരുപാട് പണം ചിലവഴിച്ചെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ശുഭ ചിലവുകൾ, ചില മംഗളകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ വരും. അത് നിങ്ങളുടെ മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ നൽകുന്ന തരത്തിലായിരിക്കും. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ഒരു ശുഭച്ചിലവുകൾ വന്നു ചേരും. ചിലരെ സംബന്ധിച്ച് ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ഗൃഹപ്രവേശം നടത്തുവാനും ഒക്കെയുള്ള യോഗം, നല്ല മംഗളകരമായ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും.
വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി ഒരു നല്ല ദാമ്പത്യ ജീവിതം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രധാനമായിട്ടും നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ചിലവഴിക്കാനുള്ളൊരു മാർഗ്ഗവും അത് നിങ്ങൾക്കൊരു സമ്പാദ്യമായിട്ട് മാറുന്നൊരു സമയവുമാണ്. മീനരാശിക്കാരെ സംബന്ധിച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന സമയം എന്ന് പറയാം. ഓരോ മനുഷ്യൻ്റെയും മീനം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചാൽ പൂർണ്ണ വിജയം ലഭിക്കുകയും അതുപോലെ നിങ്ങൾക്ക് ഒരു സന്തോഷം, സുഖം, തൃപ്തി വന്നു ചേരുന്ന ഒരു അനുഭവവും ലഭിക്കും. എല്ലാം കൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ശുഭച്ചിലവുകൾ എന്ന് പറയുമ്പോൾ പലർക്കും പല പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റും. സ്വന്തമായി ഭൂമി വാങ്ങാൻ, ഗൃഹം നിർമ്മിക്കാൻ, വിദേശ ജോലിക്ക് ഉള്ള ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കും. പലർക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു വണ്ടി വാഹനത്തിനുള്ള യോഗവും ഒക്കെ ഉള്ള സമയമാണ്. ഇതിനെയൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മീനം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പ്രായഭേദമന്യേ ഏത് പ്രായത്തിലുള്ള സ്ത്രീ പുരുഷന്മാർക്കാണെങ്കിലും ഈ ഒരു സമയം വളരെ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.